എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ സ്രാവ് കറിയാണ് വെക്കുന്നത്. ഉണക്ക സ്രാവ് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളിയും പിന്നെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മൺചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടി ഗ്യാസിലേക്ക് വെക്കാം. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്നായി വരുമ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളി മുളകും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇനി ഉള്ളിയും തക്കാളി ഒന്ന് വേകട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കറിക്ക് ആവശ്യത്തിന് തേങ്ങ ചിരവ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം മിക്സിൻ്റെ ജാറിൽ. ഉള്ളി വെന്തിട്ടുണ്ട്, തക്കാളിയും കൂടെ. അപ്പോൾ ഇതിനകത്തോട്ട് 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച പുളീൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ആ വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് പൊത്തി വെക്കാം. ഇപ്പം തന്നെ ചൂടുവെള്ളം ആയതുകൊണ്ട് തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് പൊത്തി വെക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. സ്രാവ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം മുന്നേ വെള്ളത്തിലിട്ട് വെക്കണം. അതിന് ശേഷമാണ് കറിയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. സ്രാവ് ഇട്ട് കൊടുക്കാം. ആ മീനിലേക്ക് ആ അരപ്പിൻ്റെ അതെല്ലാം ഒന്ന് ചേർന്നതിന് ശേഷം അതൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓഫാക്കാം. കറി റെഡിയാകാൻ പോകുന്നുണ്ട്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫാക്കാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഉണക്ക് തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്ബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.